ആറ്റിങ്ങലിൽ സിനിമാ സ്റ്റൈൽ തട്ടിക്കൊണ്ടുപോകൽ. കല്ലമ്പലം വടശ്ശേരിക്കോണം സ്വദേശിയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. അനിൽകുമാറിനെ ചങ്ങലയിൽ കെട്ടിയിട്ടായിരുന്നു മർദ്ദനം എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ വരികയാണ്. പോലീസ് എത്തിയാണ് അനിൽകുമാറിനെ മോചിപ്പിച്ചത്. മകളെ വിവാഹം കഴിച്ചു നൽകാത്തതിന്റെ പ്രതികാരമാണ് മർദ്ദനത്തിന്റെയും തട്ടിക്കൊണ്ടുപോകലിന്റെയും കാരണമെന്നതാണ് സംശയം. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങൾ അയച്ചിരുന്നുണ്ട്. അനന്തൻ, ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് മർദ്ദിച്ചു. ഇത് എവിടെയാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ചത്? ആരാണ്? മകളെ വിവാഹം ചെയ്തു കൊടുക്കാത്തതിന്റെ വൈരാഗ്യം എന്നടക്കം എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്? രതീഷ്, തിരുവനന്തപുരം കല്ലമ്പലം വടശ്ശേരിക്കോണം സ്വദേശി അനിൽകുമാറിനെയാണ് തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ വീട്ടിൽ പാർപ്പിച്ച് ചങ്ങലയിൽ ബന്ധിച്ചും മർദ്ദിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കല്ലമ്പലത്തിന് സമീപം, കിളിമാനൂരിന് സമീപം വെള്ളല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ആളൊഴിഞ്ഞ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ, പണിതീരാത്തൊരു കെട്ടിടത്തിനുള്ളിൽ ഇട്ടാണ് ഈ ക്രൂരമർദ്ദനം നടന്നതെന്നാണ് ഇപ്പോൾ അനിൽകുമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അനിൽകുമാർ പറയുന്നത് ഇങ്ങനെയാണ്: അനിൽകുമാറിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി അതിനുശേഷം ഈ വെള്ളല്ലൂരിലെ ഈ പണിതീരാത്ത വീടിനുള്ളിൽ, കെട്ടിടത്തിനുള്ളിൽ കൊണ്ടുപോയി ചങ്ങലയിൽ ബന്ധിച്ചു. അതിനുശേഷം സ്ക്രൂ ഡ്രൈവറും ഹെൽമറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് അനിൽകുമാറിൻ്റെ മകനെ ഈ സംഘം വിളിച്ചു വരുത്തി. അയാൾ 20 വയസ്സുള്ള യുവാവാണ്. അപ്പോൾ അയാളെ അച്ഛന് അപകടം പറ്റി എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം അനിൽകുമാറിനെ, എൻ്റെ മകനെയും അവിടെ വെച്ച് ഈ സംഘം മർദ്ദിച്ചു. തുടർന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മകനെ വിട്ടയച്ചത്. മകൻ പക്ഷേ അപ്പോഴത്തേക്കും ആശങ്കപ്പെട്ടു. അതിനുശേഷം അയാൾ നേരെ വർക്കല പോലീസ് സ്റ്റേഷനിൽ വിവരം വിളിച്ചു പറയുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. അവിടെ എത്തുമ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു. അനിൽകുമാറിനെ ചങ്ങലയിൽ ബന്ധിച്ച നിലയിലാണ് അവിടെ നിന്ന് പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെ സ്ഥലത്ത് നിന്ന് സ്ഫോടക വസ്തുക്കൾ എന്ന് സംശയിക്കാവുന്ന ചില സാധനങ്ങളൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ആയുധങ്ങളും, അക്രമത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുമ്പോൾ മനസ്സിലാകുന്നത്, ഈ അനിൽകുമാറിൻ്റെ മകളെ ഒരു വർഷം മുമ്പ് പെണ്ണ് കാണാൻ ഒരു സംഘം ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ അതിൽപ്പെട്ട സുധീഷ് എന്നയാൾ ഈ അക്രമ സംഘത്തിലുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട എന്തോ തർക്കം, അനിൽകുമാറിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട തർക്കം, ഒരു പക്ഷേ ആ വിവാഹം കഴിച്ചു കൊടുക്കാത്തതിലുള്ള പ്രതികാരം, അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതാണ് പോലീസ് ഇപ്പോൾ അനിൽകുമാറിൻ്റെ മൊഴിയൊക്കെ എടുത്ത ശേഷമേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഈ സുധീഷ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ അക്രമം നടന്നതെന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ കണ്ടെത്താൻ വേണ്ടി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരുവനന്തപുരം കല്ലമ്പലത്താണ് ഈ അനിൽകുമാറിനെ തട്ടിക്കൊണ്ടുപോയത്. കിളിമാനൂരിലെ ഒരു വീട്ടിലാണ് ചങ്ങലയിൽ ബന്ധിച്ച് മർദ്ദനം നടത്തിയത്.